So hello guys, my name is Nikhil. So ഇവിടെ നമ്മൾ കൊളീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ സ്ഥിരം എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാൻ പോവാണ് കോൾഡ് ആസ് ബ്ലോക്ക് ബുള്ളറ്റ് സിസ്റ്റം. ഓക്കെ, സോ ബ്ലോക്ക് ബുള്ളറ്റ് സിസ്റ്റമിന്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. നീറ്റിന് ജയിക്കൊക്കെ സാധാരണ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കോൾഡ് ആസ് ബ്ലോക്ക് ബുള്ളറ്റ് സിസ്റ്റം. ഓക്കെ, ബ്ലോക്ക് ബുള്ളറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു ബ്ലോക്ക്, ഒരു ക്യാപിറ്റൽ എം മാസുള്ള ബ്ലോക്കിന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലൊരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതേപോലത്തെ ഒരു സിസ്റ്റം ആയിരിക്കും. ദാറ്റ് ഈസ് ഒരു ബ്ലോക്ക്, അതൊരു ത്രെഡുമായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓഫ് ക്യാപിറ്റൽ എം മാസ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അതിലൊരു കുഞ്ഞു മാസ് ഉള്ള ഒരു ബുള്ളറ്റ്. ഓക്കെ, ഇതിന് നമ്മൾ ബുള്ളറ്റ് ആണെന്ന് ഓർത്തോ. ഓഫ് സ്മോൾ എം മാസ്, ഇത് ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഇതുമായിട്ട് കൂട്ടിയിടിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ഈ ബുള്ളറ്റ് ഈ ഹാങ് ചെയ്തേക്കുന്ന ബ്ലോക്കിൽ കൂട്ടിയിടിക്കുമ്പോഴത്തേക്കും ഈ ബ്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുമല്ലോ. അത് കൊളീഷൻ ഒരു പാർട്ടാണ്. കാരണം ഈ ബുള്ളറ്റ് ഈ ബ്ലോക്കിന് കൂട്ടിയിടിക്കുകയാണ്. അപ്പൊ ആ കൊളീഷന്റെ പാർട്ടാണ് ഇത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ചോദിക്കുന്നത്? കൊളീഷൻ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബ്ലോക്ക് എന്ത് ചെയ്യും? പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും അല്ലെ? പെൻഡുലം പോലെ ഓസിലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനൊരു മാക്സിമം ഹൈറ്റ് അച്ചീവ് ചെയ്യും. ആ മാക്സിമം ഹൈറ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. കൊളീഷൻ ആയത് കാരണം കൊളീഷൻ കഴിയുമ്പോഴത്തേക്ക് രണ്ടിന്റെ ഫൈനൽ വെലോസിറ്റി ചോദിക്കാറുണ്ട്. സോ അങ്ങനത്തെ ഒരു വെറൈറ്റി ഓഫ് ക്വസ്റ്റൻ ആണ് എന്ത് നമ്മുടെ ബ്ലോക്ക് ബുള്ളറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നീറ്റിന് ജയിക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഈ ആംഗിൾ തീറ്റ ഒക്കെ ചോദിക്കുന്നതാ. ഓക്കെ, എത്ര ആംഗിൾ ഈ യു വെലോസിറ്റി ഈ ബ്ലോക്കിൽ വന്ന് കൂട്ടിയിടിക്കുമ്പോഴത്തേക്കും എത്ര ആംഗിൾ ഇൻക്ലൈൻ ചെയ്യും, ആ തീറ്റയും കൂടി ചോദിക്കാനാണ്. ഓക്കെ, ഇതിന് വേറൊരു പേര് കൂടെ ഉണ്ട്. ചില ഇൻട്രസ്റ്റ് ബുക്ക് നോക്കിയാല് ഇത് ഇങ്ങനത്തെ ഒരു പേരായിരിക്കും കാണുന്നത്. അതായത് ബോളിസ്റ്റിക് പെൻഡുലം. ഓക്കെ, ബോളിസ്റ്റിക് പെൻഡുലം എന്ന് പറഞ്ഞാലും സെയിം ഇത് തന്നെയാണ്. ബ്ലോക്ക് ബുള്ളറ്റ് സിസ്റ്റമിൽ തന്നെയാണ് ബോളിസ്റ്റിക് പെൻഡുലം എന്ന് പറയുന്നത്. കാരണം പെൻഡുലം പോലെയല്ല അങ്ങോട്ടും ഇങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യുന്ന ആ ഒരു സെൻസിറ്റിവിറ്റി ഓൾസോ നോൺ ആസ് ബോളിസ്റ്റിക് പെൻഡുലം. സോ ഇതിന്റെ ക്വസ്റ്റ്യൻസ്, ഇതിന്റെ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. വലിയ കഥയൊന്നും ഇല്ല, ജസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം, ഈ ബ്ലോക്ക് ബുള്ളറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, സോ വെരി ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, സാധാരണ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ എടുത്ത് പറഞ്ഞാൽ മാത്രമേ ഇലാസ്റ്റിക് കൊളീഷൻ ആകത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. സോ ബ്ലോക്ക് ബുള്ളറ്റ് സിസ്റ്റം ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, കൊളീഷനിലൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. കൊളീഷൻ എത്ര തരമുണ്ട്? കൊളീഷൻ 3 തരമുണ്ട് അല്ലെ? ഏതൊക്കെയാ? ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക് ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. ഓക്കെ, ആ കൊളീഷനിലൊക്കെ നമുക്കറിയാം, കൊളീഷൻ ഏതും ആയിക്കോട്ടെ എല്ലാ കൊളീഷൻസിലും മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും അല്ലെ? മൊമെന്റം എല്ലാ കൊളീഷനിലും കൺസേർവ്ഡ് ആണ്. 3 തരം കൊളീഷനുണ്ട്. 3 കൊളീഷൻസിലും മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. പക്ഷെ ഇൻഇലാസ്റ്റിക് കൊളീഷനിൽ കൈനറ്റിക് എനർജി കൺസേർവ്ഡ് അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കൈനറ്റിക് എനർജി ഇലാസ്റ്റിക് കൊളീഷനിൽ മാത്രമേ നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ബാക്കി ഇൻഇലാസ്റ്റിക്കിലും പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക്കിലൊന്നും കൈനറ്റിക് എനർജി ഇസ് നോട്ട് കൺസേർവ്ഡ്. അപ്പൊ അതാണ് ഏറ്റവും ആദ്യം അറിയേണ്ട ഒരു പോയിന്റ്. നമ്മൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ മൊമെന്റം കൺസർവേഷൻ ഇക്വേഷൻ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കൈനറ്റിക് എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അടുത്ത പോയിന്റ് എന്തുവാ? ഇവിടെ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും അല്ലെ? കാരണം ഏത് കൊളീഷൻ ആയിക്കോട്ടെ എല്ലാ കൊളീഷനും ടോട്ടൽ നെറ്റ് ഫോഴ്സ് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ മൊമെന്റം എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കൺസേർവ്ഡ് ആണ്. സോ മൊമെന്റം ഈസ് കൺസേർവ്ഡ് അല്ലെ? മൊമെന്റം കൺസേർവ്ഡ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? തേർഡ് വൺ, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണോ? അല്ല, കൈനറ്റിക് എനർജി ഈസ് നോട്ട് കൺസേർവ്ഡ്. കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആയിരിക്കത്തില്ല. ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജി ആർ നോട്ട് ഈക്വൽ ടു ഈച്ച് അതർ. ക്ലിയർ ആണല്ലോ? ശരിക്കും പറഞ്ഞാല് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ബുള്ളറ്റിന്റെ മാത്രമേ ഉള്ളൂ അല്ലെ? കാരണം വെലോസിറ്റി ആകെ ബുള്ളറ്റിന് മാത്രമല്ലേ ഉള്ളൂ. അറ്റ് ടൈം t = 0 ഇനീഷ്യൽ വെലോസിറ്റി 0 ആണല്ലോ. അപ്പൊ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ബുള്ളറ്റിന് മാത്രമേ ഉള്ളൂ. അത് ഇതുമായിട്ട് കൂട്ടിയിടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു 90-95% കൈനറ്റിക് എനർജി ലോസ് ആയി പോകും, ഹീറ്റും സൗണ്ടിന്റെ ഒക്കെ ഫോമില്. അപ്പൊ ഇൻഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത ഇവിടെ കൈനറ്റിക് എനർജി കൺസർവേഷന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ഇതിന്റെ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും കൂട്ടിയിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി കൂടി കൺസേർവ്ഡ് ആയിരിക്കത്തില്ല. കൈനറ്റിക് എനർജി ഇനീഷ്യൽ എപ്പോഴും കൂടുതലായിരിക്കും, ഫൈനൽ കുറവായിരിക്കും. ബിക്കോസ് ഇറ്റ് ഇസ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. അപ്പൊ കൈനറ്റിക് എനർജി ലോസ് ഉണ്ടാവുമല്ലോ, ആ കൈനറ്റിക് എനർജി ലോസും കൂടി ചോദിക്കാറുണ്ട്. അപ്പൊ ദിസ് സിസ്റ്റം ഇസ് കോൾഡ് ആസ് വാട്ട്? ബ്ലോക്ക് ബുള്ളറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റിന് തന്നെ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിന് തന്നെ 2 കേസസ് ആണ് ഉള്ളത്. ഓക്കെ, ആ 2 കേസ് നമുക്കൊന്ന് അറിയണം. ഫസ്റ്റ് കേസ് ഏതാന്ന് വെച്ചാൽ ദ ബുള്ളറ്റ് ഗെറ്റ്സ് എംബെഡഡ്. ബുള്ളറ്റ് ഗെറ്റ്സ് എംബെഡഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ ബുള്ളറ്റ് ഇതുമായിട്ട് കൂട്ടിയിടിക്കുമ്പോ ഉണ്ടല്ലോ,
ഈ ബുള്ളറ്റ് ഈ ബ്ലോക്കിൽ കൂട്ടിയിടിച്ചിട്ട് അതിനകത്ത് പിയേഴ്സ് ചെയ്ത് അവിടെ തന്നെ എംബിഡഡ് ആയിപ്പോയി, അവിടെ തന്നെ സ്റ്റക്ക് ആയിപ്പോയി. പിയേഴ്സ് ചെയ്ത് അകത്തോട്ട് കയറി, പക്ഷെ അതിന് പിന്നെ പുറത്തിറങ്ങാൻ പറ്റിയില്ല, അവിടെ തന്നെ സ്റ്റക്ക് അല്ലെങ്കിൽ സ്റ്റിക്ക് ആയിപ്പോയി. അതാണ് ആദ്യത്തെ കേസ് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ, ഇത് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബുള്ളറ്റ് ഈ ബ്ലോക്കിന്റെ അകത്ത് കുത്തി കയറുമ്പോഴത്തേക്കും പിന്നെ അത് കഴിയുമ്പോ കൊളീഷൻ കഴിയുമ്പോഴത്തേക്കും ഈ ബ്ലോക്ക് ബുള്ളറ്റ് കൂടി ഒന്നിച്ചാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. അതായത് പിയേഴ്സ് ചെയ്ത് അകത്തോട്ട് കയറി പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല, അതായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ എടുത്ത് പറയും ബുള്ളറ്റ് ഗെറ്റ്സ് എംബിഡഡ് എന്നോ അല്ല ബുള്ളറ്റ് ഗെറ്റ് സ്റ്റിക്ക് ടു ദ ബ്ലോക്ക് എന്നോ എന്നൊക്കെ പറയും. അപ്പൊ അതാണ് ഫസ്റ്റ് കേസ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സെക്കൻഡ് കേസ് പറഞ്ഞാല് ദ ബുള്ളറ്റ് പിയേഴ്സ് ഔട്ട്, ബുള്ളറ്റ് ഗെറ്റ്സ് പിയേഴ്സ് ഔട്ട്, ബുള്ളറ്റ് പിയേഴ്സ് ഔട്ട്. ഇത് സെക്കൻഡ് കേസ് ആണ്. ഓക്കെ, അതായത് ഈ മനസ്സിലായി കാണുമല്ലോ. ദാറ്റ് ഈസ് ഈ ബുള്ളറ്റ് അകത്തോട്ട് തുളച്ച് കയറി എന്നിട്ട് അതിൽ നിന്ന് പിയേഴ്സ് ഔട്ട് ചെയ്ത് ഇറങ്ങി പോവുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് രണ്ട് കേസ് ആയിട്ടാണ്. രണ്ട് കേസിന് രണ്ട് ഇക്വേഷൻസ് ആയിരിക്കും. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകണ്ട. ഒന്ന് എംബഡഡിന്റെ കേസസും പിന്നെ ഒന്ന് പിയേഴ്സ് ഔട്ടിന്റെ കേസ്. രണ്ട് ക്വസ്റ്റിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇതിന് ഇക്വേഷൻസ് ഉണ്ട്, ഇതിന് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, രണ്ട് കേസ് രണ്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ രണ്ടായിട്ട് വേണം സോൾവ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് കേസ് ഏതാ, ദ ബുള്ളറ്റ് ഗെറ്റ്സ് എംബെഡഡ്. ഓക്കെ, സോ ബുള്ളറ്റ് ഗെറ്റ് എംബെഡഡില് നമുക്കറിയാം ബുള്ളറ്റ് അകത്ത് കയറി ആ ബ്ലോക്കിന് അകത്തോട്ട് കയറിയിട്ട് അവിടെ തന്നെ സ്റ്റക്ക് ആയി പോയില്ലേ. അപ്പൊ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്, ബുള്ളറ്റ് ഗെറ്റ്സ് എംബെഡഡ്. അപ്പൊ നോക്കിയേ, ആദ്യമേ നമുക്കറിയാം കൊളീഷൻ ഇനിലാസ്റ്റിക് കൊളീഷൻ ആണ്. കൊളീഷൻ ഏതും ആയിക്കോട്ടെ മൊമെന്റം എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കുമല്ലോ. അപ്പൊ ഈ കേസ് നമുക്ക് പറയാം ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ഫസ്റ്റ് കേസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ ഇനീഷ്യൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം ആയിരിക്കുമല്ലോ. ഇനീഷ്യൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം m1 u1 അല്ലെ. ഇപ്പൊ രണ്ട് സിസ്റ്റമാണ് ഉള്ളത്, ഇത് m ഉം ഇത് m2. ഇത് m1 ഇത് m2 ആയിക്കോട്ടെ. അപ്പൊ m1 u1 പ്ലസ് m2 u2 ഇസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. ഇതാണ് മൊമെന്റം കൺസർവേഷൻ. അതില് ബുള്ളറ്റിന്റെ മാസ് m ഉം അതിന്റെ വെലോസിറ്റി u അല്ലെ, പ്ലസ് ഇതിന്റെ വെലോസിറ്റി, ഇതിന്റെ മാസ് ക്യാപിറ്റലും ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്ര, ഇതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് അല്ലെ. ഇനീഷ്യലി ബ്ലോക്ക് റെസ്റ്റിലായിരുന്നു, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിപ്പോയി. ഇസ് ഈക്വൽ ടു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കേസ് നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് കേസിൽ രണ്ടു കൂടി ഒന്നിച്ചല്ല ഓസിലേറ്റ് ചെയ്യുന്നത്. കൂട്ടിയിടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ബുള്ളറ്റും ആ ബ്ലോക്ക് രണ്ടും ഒന്നിച്ചാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫൈനൽ വെലോസിറ്റി സെയിം ആയിരിക്കുമല്ലോ. അപ്പൊ ഇതിന്റെ വെലോസിറ്റി ബുള്ളറ്റ് കൂട്ടിയിടിച്ച് കഴിയുമ്പോൾ ബുള്ളറ്റിന്റെ വെലോസിറ്റിയും പിന്നെ ബ്ലോക്കിന്റെ വെലോസിറ്റി രണ്ടും കൂടി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഈ ഫൈനൽ വെലോസിറ്റി v അല്ലേ വേണ്ടേ. അപ്പൊ എന്ത് കിട്ടും, ദാറ്റ് ഈസ് mu ഇസ് ഈക്വൽ ടു m പ്ലസ് m ഡിവൈഡ് ഇൻടു v എന്ന് വരും അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് v ഇസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി v അല്ലേ വേണ്ടേ. അത് എന്ത് കിട്ടും, mu ഡിവൈഡ് ബൈ m പ്ലസ് m. സോ ദിസ് ഇസ് ദ ഫൈനൽ ഇക്വേഷൻ ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഫസ്റ്റ് കേസിലെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, സെക്കൻഡ് കേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് കാരണം നമ്മൾ എങ്ങനെ എടുക്കും, നമ്മൾ രണ്ടിന്റെ വെലോസിറ്റി സെയിം ആയിട്ട് എടുത്തേക്കുന്നത്. രണ്ടും കൂടി കൂട്ടിയിടിച്ച് കഴിയുമ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ സെക്കൻഡ് കേസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ. ശരി, അപ്പൊ ഫൈനൽ ഇക്വേഷൻ കിട്ടി. ഫൈനൽ വെലോസിറ്റി രണ്ടിന്റെ കൂടി ഫൈനൽ വെലോസിറ്റി സെയിം നമുക്ക് കിട്ടി. ഇനി എന്താ വേണ്ട, ഇനി നമുക്ക് മാക്സിമം ഹൈറ്റ് വേണം. അതായത് ഈ ബ്ലോക്ക് ബുള്ളറ്റ് കൂടി മാക്സിമം എത്ര ഹൈറ്റ് വരെ പോകുമ്പോൾ നമുക്ക് ആ മാക്സിമം ഹൈറ്റ് വേണമല്ലോ, അത് നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം ഇത് കൂട്ടിയിടിച്ച് കഴിയുമ്പോഴത്തേക്ക് കൊളീഷൻ കഴിയുമ്പോഴത്തേക്ക് രണ്ടിന്റെ ഒരു കൈനറ്റിക് എനർജി കിട്ടും. കാരണം രണ്ടിന്റെ ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഫൈനൽ വെലോസിറ്റി ഫൈനൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. ആ ഫൈനൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും, ഫൈനൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു മാസ് ടോട്ടൽ മാസ് ഇൻടു v സ്ക്വയർ. ശരിയല്ലേ. ഈ കൈനറ്റിക് എനർജി ആണ് പിന്നെ എന്തായി മാറുന്നത്, അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആയി മാറുന്നത് അല്ലെ. കാരണം അത് മുകളിലോട്ട് ഹൈറ്റിലേക്ക് പോകുന്ന അനുസരിച്ച് കൈനറ്റിക് എനർജി ഗെറ്റിംഗ് കൺവേർട്ട് ഇൻടു പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഫൈനൽ കൈനറ്റിക് എനർജി, the first equation, final kinetic energy, that is 1/2 mv square, 1/2 into m plus m. രണ്ടും കൂടി ഒന്നിച്ചാ മൂവ് ചെയ്യാം. അപ്പൊ ടോട്ടൽ മാസ് വേണം എടുക്കാൻ. അപ്പൊ ഫൈനൽ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ശരിയാണല്ലോ. അതിൽ m പ്ലസ് m ക്യാൻസൽ ആയി പോയി. പിന്നെ ബാക്കി എന്താ കിട്ടും, നമുക്ക് മാക്സിമം ഹൈറ്റ് h അല്ലേ വേണ്ടത്, ക്യാപിറ്റൽ h ആയിട്ട് എടുക്കുക. അപ്പൊ ക്യാപിറ്റൽ h. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ h ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ദാറ്റ് ഇസ് ഈക്വൽ ടു v സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g എന്ന് കിട്ടും. So what is the maximum height achieved? The maximum height achieved is h is equal to v square divided by 2g. Clearly, ഈ ഹൈറ്റ് ചെയ്ത ഹൈറ്റ് ആ ബ്ലോക്ക് അല്ലെ ബുള്ളറ്റ് രണ്ടും കൂടി ഒന്നിച്ച് അച്ചീവ് ചെയ്ത മാക്സിമം ഹൈറ്റിന്റെ വാല്യൂ ആണ് v square divided by 2g. അതിന് v ന്റെ വാല്യൂ നമുക്ക് ഈക്വേഷൻ കിട്ടും, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എന്താ കിട്ടുന്നത്, ദാറ്റ് ഈസ് h is equal to v സ്ക്വയറിന് പകരം ഈ വാല്യൂ. അപ്പൊ mu ഡിവൈഡ് ബൈ m പ്ലസ് m ദ ഹോൾ സ്ക്വയർ into 1/2g കൂടി വരും. ക്ലിയർ ആണല്ലോ. അപ്പൊ ദിസ് ഇസ് ദ മാക്സിമം ഹൈറ്റ് ഓഫ് ദി ബ്ലോക്ക് ആൻഡ് ദി ബുള്ളറ്റ്. ഓക്കെ,
ഇനി അപ്പൊ നമുക്ക് മാക്സിമം ഹൈറ്റും കിട്ടി, ഫൈനൽ വെലോസിറ്റിയും കിട്ടി. ഇനി ഇനിലാസ്റ്റിക് കൊളീഷൻ അത് കാരണം ഒരു കൈനറ്റിക് എനർജി ലോസ് ഉണ്ടാവുമല്ലോ, അതും ചോദിക്കുന്നത്. അപ്പൊ ഫൈനൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? നമുക്കറിയാം കൈനറ്റിക് എനർജി ലോസിന്റെ ഇക്വേഷൻ എന്തായാലും ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആയിരിക്കുമല്ലോ കൂടുതൽ. ഇനീഷ്യൽ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും, ഫൈനൽ കൈനറ്റിക് എനർജി കുറവായിരിക്കും, കാരണം കുറെയൊക്കെ ലോസ് ആയിപ്പോയി. അപ്പൊ ലോസ് ഓഫ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനായിട്ട് ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇനീഷ്യൽ മൈനസ് ഫൈനൽ ആയിരിക്കുമല്ലോ. ഇനീഷ്യൽ മൈനസ് ഫൈനൽ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി അല്ലെ. ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആദ്യമേ ബുള്ളറ്റിന് മാത്രമേ കൈനറ്റിക് എനർജി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 1/2 into mu², ശരിയല്ലേ? പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബ്ലോക്കിന് ബുള്ളറ്റിന് കൂടെ ഫൈനൽ കൈനറ്റിക് എനർജി ഉണ്ട്. അതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. ഇപ്പം ഫൈനൽ കൈനറ്റിക് എനർജി, ഇതിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 into m plus m into v², ശരിയല്ലേ? ഇത് സോൾവ് ചെയ്തിട്ട് അപ്പൊ 1/2 mu² മൈനസ് 1/2 into that is m plus m into v ക്ക് പകരം എന്ത് എഴുതാം? v ക്ക് പകരം ഈ ടേം വരുന്നില്ലേ? ദാറ്റ് ഈസ് mu the whole square divide by m plus m the whole square, ശരിയല്ലേ? ഇനി m plus m ഉം പിന്നെ ഈ m plus m ന് ഒരു ടേമും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്താ കിട്ടുന്നത്? 1/2 mu² മൈനസ് 1/2 mu the whole square divided by m plus m. ക്ലിയർ അല്ലേ? 1/2 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? അതായത് mu² into m plus m മൈനസ് m²u² അല്ലെ, മൈനസ് m²u² ഡിവൈഡഡ് ബൈ m plus m. അല്ലെ? സോൾവ് ചെയ്തിട്ട് 1/2 into mu², ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 1/2 കോമൺ എടുക്കാം. m²u² പ്ലസ് mu² മൈനസ് m²u² ഡിവൈഡഡ് ബൈ m plus m എന്ന് കിട്ടും. ശരിയല്ലേ? അതിലിത് ഈ ടേമും ക്യാൻസൽ ആയി പോയല്ലോ. m²u² മൈനസ് m²u² ക്യാൻസൽ ആയി പോയി. അപ്പൊ ഫൈനൽ ലോസ് ഓഫ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ കിട്ടുന്നത്? Loss of kinetic energy delta K, that is loss of kinetic energy delta K, that is initial minus final, is equal to 1/2 into mu² divided by m plus m. So this is the loss of kinetic energy. അപ്പൊ loss of kinetic energy ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ലോസ് ഓഫ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി. ഓക്കെ, ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അത്രയും ടൈം സേവ് ചെയ്തെടുക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഡെൽറ്റ K is equal to 1/2 into mu² divided by m plus m. This is the equation of the kinetic energy. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ this is the first case ആണ് കേട്ടോ. ഫസ്റ്റ് കേസിന് മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് കേസിൽ ഈ ഇക്വേഷൻ ഒന്നും വാലിഡ് അല്ല. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് കേസ്. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നോക്കിയേ. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും നോക്കിയേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. A bullet of mass small m and velocity v is fired into a block of mass capital M and sticks to it. Okay, അപ്പൊ sticks to it എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് കേസ്? ഫസ്റ്റ് കേസ് അല്ലേ? അപ്പൊ sticks to it, then the final velocity of the system equals to. Okay, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇക്വേഷൻ തന്നെയാണ് ചോദിച്ചത്, സോൾവ് ചെയ്യാനൊന്നുമില്ല. ദാറ്റ് ഈസ് ഫസ്റ്റ് കേസ് തന്നെ. മാസ് m തന്നിട്ടുണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി v. It is fired to a block of mass capital M and sticks to it. Then the final velocity of the system will be. Okay, so first case നമ്മൾ നേരത്തെ പറഞ്ഞത് initial momentum is equal to final momentum. Equation by heart ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വെച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ initial velocity എന്ന് പറയുമ്പോൾ, initial moment എന്ന് പറയുമ്പോൾ small m into initial velocity v ആണ് അല്ലെ, പ്ലസ് ക്യാപിറ്റൽ M into 0 is equal to m plus m into final velocity v of the system ആണെന്ന് ഓർത്തോ. അപ്പൊ v of the system final velocity എന്ത് കിട്ടും? mv divided by m plus m എന്ന് കിട്ടും. ഇപ്പൊ എഴുതിയ ഇക്വേഷൻ തന്നെയാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. ക്ലിയർ ആണല്ലോ? അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി, ചെയ്യാൻ പറ്റും നോക്കി. ക്വസ്റ്റ്യൻ: a bullet of mass m1 moving with velocity u strikes a wooden block of mass m2 suspended with a string and get embedded in it. അപ്പൊ ഫസ്റ്റ് കേസ് തന്നെയാണ്.
the block then rises to a height h, then the value of u is okay. ഇവിടെ ഹൈറ്റിന്റെ വാല്യൂ h ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, u ന്റെ വാല്യൂ വേണ്ടത്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ പഠിച്ചായിരുന്നല്ലോ. ഓക്കെ, ഇക്വേഷൻ അറിയാമെങ്കിൽ അത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്തെടുത്താലും മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈനൽ വെലോസിറ്റി ആണ്. ഫൈനൽ വെലോസിറ്റി v is equal to mu divided by m plus m. ഇതല്ലേ ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി അല്ലെ. ഇനി ഫൈനൽ വെലോസിറ്റി ആണ് ഫൈനൽ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി ആണ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു ടോട്ടൽ മാസ്, കാരണം സ്റ്റിക്ക് ടുഗദർ ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, എംബെഡഡ് ആണ്. അപ്പൊ ഫസ്റ്റ് കേസ് തന്നെ. അപ്പൊ ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ ഇതായിരിക്കുമല്ലോ v സ്ക്വയർ is equal to final potential energy, final momentum, final kinetic energy is equal to final potential energy. അപ്പൊ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ക്യാൻസൽ ആയി പോയി. അപ്പൊ v സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം 1/2 mu divided by m plus m. 1/2 into m small m u divided by m plus m the whole square is equal to g into h അല്ലെ, g into h. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എം യു ഡിവൈഡ് ബൈ എം പ്ലസ് എം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ആയിരിക്കുമല്ലോ അല്ലെ. ഹൈറ്റ് ക്യാപിറ്റൽ എച്ച് ആണ് തന്നേക്കുന്നത്, അപ്പൊ ക്യാപിറ്റൽ എച്ച്. നമുക്ക് എന്താ വേണ്ടേ, യു അല്ലേ വേണ്ടേ. അപ്പൊ ദാറ്റ് ഇംപ്ലൈസ് യു ഇസ് ഈക്വൽ ടു എം പ്ലസ് എം ഡിവൈഡഡ് ബൈ സ്മോൾ എം ഇൻടു റൂട്ട് ഓഫ് 2gh. ക്ലിയർ അല്ലേ. അപ്പൊ ഓപ്ഷൻ ഇത് വരും. ഓ, ഇവിടെ m1 m2 അല്ലെ, ക്യാപിറ്റൽ എം സ്മോൾ എം അല്ലേ, m1 m2 ആണ്. അപ്പൊ m1 m2 ആയിട്ട് എടുത്താലും മതി. ക്യാപിറ്റൽ എമ്മിന് പകരം m2 വരും, സ്മോൾ എമ്മിന് പകരം m1 വരും അല്ലെ. m1 ഇത് m1 ഇത് m2 ആയിട്ട് എടുത്താൽ മതി. അപ്പൊ അങ്ങനത്തെ ഓപ്ഷൻ ഇവിടെ നോക്കിയേ. ഓപ്ഷൻ എ തന്നെ വരും അല്ലെ. ഓപ്ഷൻ എ ഈസി ആൻസർ. ക്ലിയർ ആണല്ലോ. വേണേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഒക്കെ ബൈ ഹാർട്ട് ചെയ്താലും മതി. ഒന്നെങ്കിൽ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ സോൾവ് ചെയ്തെടുത്താലും മതി. കൺസെപ്റ്റ് അറിയാവുന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്തെടുക്കാം. ഫൈനൽ വെലോസിറ്റി, ഫൈനൽ കൈനറ്റിക് എനർജി, ആ ഫൈനൽ കൈനറ്റിക് എനർജിയാണ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത്. അതിന്റെ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വായിച്ചു നോക്കിയാൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെന്തി കൂടിയാണ്. ഓക്കെ, ഇത് വായിച്ചു നോക്കിയേ. സോ a bullet of mass 10 gram moving horizontally with a velocity of 400 meter per second strikes a wooden block of mass 2 kg which is suspended by light extensive string of length 5 meter. Okay, as a result the center of gravity of block is found to rise by a vertical distance of 10 centimeter. Okay, appo height thannittund 10 centimeter. Then the speed of bullet after it emerges out horizontally from the block will be. Okay, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് the bullet emerges out from the block. അപ്പൊ emerges out from the block എന്ന് പറയാൻ pierce out ചെയ്തു. അപ്പൊ ഇത് ഫസ്റ്റ് കേസ് അല്ല, ഇത് അത് മനസ്സിലായി കാണുന്നത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നീറ്റിന് പഴയ ക്വസ്റ്റ്യൻ കൂടിയാ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ത്, സെക്കൻഡ് കേസ് ആണ്. ഇവിടെ നമുക്ക് ആ പഴയ ഇക്വേഷൻ ഒന്നും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ. പക്ഷെ ഇത് കൊളീഷൻ എക്സാമ്പിൾ ആയത് കാരണം നമുക്ക് മൊമെന്റം ഇവിടെ കൺസേർഡ് ആയിരിക്കുമല്ലോ. അപ്പൊ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് m1 u1 plus m2 u2 is equal to m1 v1 plus m2 v2. എല്ലാ കൊളീഷനും മൊമെന്റം കൺസേർഡ് ആയിരിക്കും. അപ്പൊ മൊമെന്റം എന്തായാലും കൺസേർവ് ചെയ്യാൻ പറ്റും. ബാക്കി ഷോർട്ട് കട്ട് ഇക്വേഷൻ നമുക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വേണ്ടേ, നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ മാസ് എത്രയാ, ബുള്ളറ്റിന്റെ മാസ് 10 ഗ്രാം. അപ്പൊ 10 into 10⁻³ അല്ലെ, ഗ്രാം നമുക്ക് കിലോഗ്രാം ആക്കില്ല. അപ്പൊ 10⁻³ into ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് 400. അപ്പൊ 400 പ്ലസ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബ്ലോക്ക് 0 ആയിട്ട് തന്നെ എടുക്കാം. തന്നിട്ടുണ്ടോ? ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി ബ്ലോക്കിന് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് 0 ആയിട്ട് തന്നെ അസ്യൂം ചെയ്യാം. അപ്പൊ ഈ ടേം 0 ആയി പോകും. ഈ ടേം 0 ആയി പോയി. ഈക്വൽ ടു മാസ് ഓഫ് ബുള്ളറ്റ് 10 ഗ്രാം തന്നെ 10 into 10⁻³ into നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് ആഫ്റ്റർ എമർജസ് ഔട്ട് എന്ന് പറഞ്ഞാല് കൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്ക് കൊളീഷൻ കഴിയുമ്പോഴത്തേക്കുള്ള ബുള്ളറ്റിന്റെ ഫൈനൽ വെലോസിറ്റി അതായത് v1 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇൻടു v1 പ്ലസ് എന്ത് വരും, പ്ലസ് m2 into v2 അല്ലെ, m2 into v2. അതിൽ v2യുടെ വാല്യൂ കൂടി വേണമല്ലോ. v2യുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. അപ്പൊ v2യുടെ വാല്യൂ എങ്ങനെ കിട്ടും, v2യുടെ വാല്യൂ കിട്ടാനായിട്ട് വേറൊരു സാധനം തന്നിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബ്ലോക്ക് ഇസ് ഫൗണ്ട് ടു ബി റൈസ് ബൈ 10 സെന്റിമീറ്റർ. അതായത് കൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്കും ആ ബ്ലോക്ക് 10 സെന്റിമീറ്റർ
ഹൈറ്റിലേക്ക് റൈസ് ചെയ്തു പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഇതിന് കിട്ടുമല്ലോ. പൊട്ടൻഷ്യൽ എനർജി അറിയാമെങ്കിൽ ഇതിന് കൈനറ്റിക് എനർജി കിട്ടുമല്ലോ. കൈനറ്റിക് എനർജി വെലോസിറ്റി കിട്ടത്തില്ലേ? സംഭവം മനസ്സിലായല്ലോ. ഇവിടെ ആക്ച്വലി സംഭവം എന്താ, ഈ പറഞ്ഞ ഒരു ബ്ലോക്ക്, ആ ബ്ലോക്ക് അതിന്റെ ഒരു ബുള്ളറ്റ് വന്ന് കൂട്ടിയിടിക്കുമ്പോഴത്തേക്കും ഈ ബ്ലോക്ക് h ഹൈറ്റ് റൈസ് ചെയ്തു. ഓക്കെ, ഈ ബ്ലോക്ക് എത്ര ഹൈറ്റ് ആ, അതായത് 10 സെന്റിമീറ്റർ വന്നിട്ടില്ല. അപ്പൊ 10 സെന്റിമീറ്റർ റൈസ് ചെയ്തു. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താ, ഈ ബുള്ളറ്റ് ഇതിന്റെ അകത്ത് ഇല്ല, ഇപ്പം അത് പിയേഴ്സ് ഔട്ട് ചെയ്ത് പോയി. അപ്പൊ കൂട്ടിയിടി കഴിയുമ്പോഴത്തേക്കും ബുള്ളറ്റിന്റെ കൈനറ്റിക് എനർജി ഉണ്ട്, പിന്നെ ഒരു കൈനറ്റിക് എനർജി ബ്ലോക്കിനുണ്ട്. ആ ബ്ലോക്കിന്റെ കൈനറ്റിക് എനർജിയാണ് അതിന്റെ എന്തായി മാറിയത്, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറിയത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് പറയാം ഇത് 10 സെന്റിമീറ്റർ മുകളിലോട്ട് പൊങ്ങിയില്ല. അപ്പൊ ഇത് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി mgh ആണ്. എമ്മിന്റെ വാല്യൂ 2 kg തന്നിട്ടുണ്ട്. അപ്പൊ 2 into ജിന്റെ വാല്യൂ 10 ആയിട്ട് എടുക്കുക. അപ്പൊ 10 into എച്ചിന്റെ വാല്യൂ 10 സെന്റിമീറ്റർ. അപ്പൊ 10 into 10⁻⁻³ ഇതല്ലേ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബ്ലോക്ക് അല്ലെ. കൂട്ടിയിടി കഴിയുമ്പോൾ, കൊളീഷൻ കഴിയുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബ്ലോക്ക്. അത് വെച്ച് നമുക്ക് അതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ കൂട്ടിയിടി കഴിയുമ്പോൾ, കൊളീഷൻ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ കൈനറ്റിക് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ 1/2 mv² ആയിരിക്കും. 1/2 into 2 into v² അല്ലെ. v എന്ന് പറയുമ്പോൾ ഈ v2 ആണ്. v2 ന്റെ സ്ക്വയർ. ക്ലിയർ? ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ബ്ലോക്ക് ആഫ്റ്റർ കൊളീഷൻ. അതല്ലേ v2. ഇതിന് 2 ക്യാൻസൽ ആയി പോയി. പിന്നെ ഒരു 10ഉം ഇവിടെ ഇത് 100 അല്ലേ, 100ഉം പിന്നെ ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 10⁻² കിട്ടും അല്ലെ. അപ്പൊ v2 എന്ത് കിട്ടും, v2² ചെയ്ത് കറക്റ്റ് അല്ലേ, 1/2 into അപ്പൊ 10⁻⁻1 2 into 10⁻⁻1 വരും അല്ലെ. അപ്പൊ v2 root of v2 2 into 10⁻⁻1 എന്ന് പറയുമ്പോൾ 0.2 ആണ്. 0.2. അപ്പൊ root of 0.2 ഇത് root of 0.2 അല്ല, സോറി 10 into 10⁻² അല്ലേ. 10 into 10⁻² ആണ്. ഓക്കെ, സെന്റിമീറ്റർ ആക്കാനായിട്ട് 10⁻² കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പൊ ഇവിടെ ഒരു 10⁻², ഈ 10 10 ക്യാൻസൽ ആയി പോയി. അപ്പൊ v2 സ്ക്വയർ = 2 എന്ന് വരും അല്ലെ. v2 സ്ക്വയർ = 2. അപ്പൊ v2 root of 2 എന്ന് കിട്ടും. v2 root of 2. അപ്പൊ ഫൈനൽ വെലോസിറ്റി ഓഫ് ബ്ലോക്ക് എത്ര കിട്ടി, root of 2 എന്ന് കിട്ടിയല്ലോ. ഈ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ. അപ്പൊ എന്ത് കിട്ടും, കുറച്ച് ലെന്തി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫൈനൽ നമുക്ക് ഇതെന്താ കിട്ടുന്നത്, 10 into 10⁻³ into 400 അല്ലെ. അപ്പൊ ഈ 10ഉം പിന്നെ ഈ 100 10⁻³ ക്യാൻസൽ ആയിപ്പോ. അപ്പൊ 4 = 10 into 10⁻³ into v1 പ്ലസ് ഇതിന്റെ മാസ് m2 ന്റെ മാസ് എത്ര, 2 into v2 ന്റെ വാല്യൂ നമുക്ക് കിട്ടിയ √2 അല്ലെ. √2 എന്ന് പറയുമ്പോൾ 1.414 ആണ് അല്ലെ. ഇതിന് 2.2 എന്ന് കിട്ടും. അപ്പൊ 4 minus 2 into 1.414 അല്ലെ. 1.414 is equal to 10⁻⁻2 into v1. ശരിയല്ലേ. ഇത് 2.8 ആണ്. 2.8 അല്ലെ. 2.828 എന്ന് വരും. അപ്പൊ 4 minus 2.8 എന്ന് പറയുമ്പോൾ 1.2 അല്ലെ. അപ്പൊ 1.2 is equal to 10⁻⁻2 into v1 എന്ന് വരും. അപ്പൊ v1 is equal to 1.2 divided by 10⁻⁻2 അപ്രോക്സിമേറ്റ്ലി ഒരു 120 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 120 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. അപ്പൊ ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിനകത്ത് പ്രത്യേകത എന്താ, നമുക്ക് നേരത്തെ പഠിച്ച ഇക്വേഷൻ ഒന്നും നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഫൈനൽ കൈനറ്റിക് എനർജി രണ്ടിന്റെ ഡിഫറെന്റ് ആണ്. ബുള്ളറ്റിന്റെയും ബ്ലോക്കിന്റെയും രണ്ടിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി ഇസ് ഡിഫറെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് മൊമെന്റം കൺസർവേഷൻ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മൊമെന്റം കൺസേർവ് ചെയ്തു, പിന്നെ ബ്ലോക്കിന്റെ പൊട്ടൻഷ്യൽ എനർജിന്റെ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ബ്ലോക്കിന്റെ ഫൈനൽ കൈനറ്റിക് എനർജി കിട്ടി. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും ബുള്ളറ്റിന്റെ ഫൈനൽ വെലോസിറ്റി ആണ് നമുക്ക് കിട്ടിയത് 120 മീറ്റർ പെർ സെക്കൻഡ്. കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ. സോ ബ്ലോക്ക് ബാലൻസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ കാര്യം മനസ്സിലായല്ലോ. ബ്ലോക്ക് ബാലൻസ് സിസ്റ്റം എന്നും അല്ലെങ്കിൽ ബോളിസ്റ്റിക് പെൻഡുലം ജസ്റ്റ് 2 കേസ് ആയിട്ടാണ്, ഒന്ന് എംബെഡഡും പിന്നെ ഒന്ന് പിയേഴ്സ് ഔട്ട്. ആ 2 കേസ് എന്ന് പറഞ്ഞിരുന്നാൽ മതി. പിന്നെ ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കാണാം. സോ താങ്ക് യു.